ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ യാത്രയിലൂടെ ഒരു നോട്ടം. കടത്തനാടിൻ്റെ പെരുമ വിളിച്ചറിയിക്കുന്ന ജോനകന്മാരുടെ വടകര, അവരുടെ പരദേവത ലോകനാർക്കാവിലമ്മ. കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ മേമുണ്ട എന്ന സ്ഥലത്തെത്തും. കേരളത്തിൻ്റെ വടക്കൻ വീരഗാഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന ലോകനാർക്കാവ്. ഈ കാണുന്നതാണ് കേട്ടോ ലോകനാർക്കാവ്. അതിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. അവിടെ ഉത്സവമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ തിരക്കുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ 3 ക്ഷേത്രമാണുള്ളത്. ഭഗവതി ക്ഷേത്രം, ശിവക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം എന്നിങ്ങനെ 3 പ്രതിഷ്ഠകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലോക മലയാർക്കാവ് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. അത് പറഞ്ഞ് ലോപിച്ച് ലോകനാർക്കാവായതാണ്. ഇവിടെ കൽവിളക്ക്, കൊടിമരം, ആൽമരം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പം നട അടച്ചിട്ടാണുള്ളത്. നട തുറക്കുന്നത് രാവിലെ 5 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയുമാണ് കേട്ടോ. ഇവിടെ ആദ്യകാലത്ത് വിഷ്ണു ക്ഷേത്രം മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. കർണാടകയിലെ ബ്രാഹ്മണന്മാർ അവരുടെ കുടുംബക്ഷേത്രമായി ആരാധിച്ചു വരികയായിരുന്നു കേട്ടോ. ഈ പ്രദേശത്ത് ബ്രാഹ്മണന്മാരുടെ വീടും കാവും ബ്രാഹ്മണന്മാർ ആണ് ഇവിടെ കൂടുതലും ആ സമയത്ത് നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നീട് തെക്കൻ കൊല്ലത്ത് നിന്നും വൈശ്യ കച്ചവടക്കാർ, അതായത് ഈ രത്നം, പട്ട് എന്നൊക്കെ വിൽക്കുന്ന വ്യാപാരികൾ അവിടെ നിന്ന് പുതിയ കച്ചവട സ്ഥലം അന്വേഷിച്ച് ഇറങ്ങി. അങ്ങനെ കടൽ മാർഗം വഴി പുതുപ്പണത്ത് എത്തപ്പെടുകയും അവിടെ താമസിക്കുവാൻ നോക്കി. പക്ഷേ അവിടെ അവർക്ക് സ്ഥലമൊന്നും കിട്ടിയില്ല. അങ്ങനെ അവർ അവിടെ നിന്ന് ഇവിടെ നോക്കിക്കാണാം എന്നുള്ളൊരു രീതിയിൽ ഇവിടേക്ക് എത്തി. അപ്പോൾ അവരുടെ കുലദേവതയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ സ്ഥലം നല്ലതാണ്, അവരോട് ഇവിടെ താമസിച്ചു കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു അശരീരി മുഴങ്ങി. അടുത്തൊരു മലയുണ്ട്, ആ മലയിൽ പോരി ഒരു അസ്ത്രം എയ്യുക. ആ അസ്ത്രം വന്ന് വീഴുന്നിടത്ത് ഞാൻ കുടികൊണ്ടു കൊള്ളാമെന്ന്. കാരണം അവരുടെ കുലദേവതയായ ലോകനാർക്കാവിലമ്മ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ അമ്മയാണ് ആ ശരീരം മുഴക്കിയത്. അതോടനുബന്ധിച്ച് അവർ ആ മലമുകളിൽ പോയി ഒരസ്ത്രം എയ്യുകയും ആ അസ്ത്രം ഈ ക്ഷേത്രം ഇരിക്കുന്നിടത്ത് ഒരു മരത്തിൽ വന്ന് കൊള്ളുകയും അവിടെ ഈ ക്ഷേത്രം പണിയുകയും ചെയ്തു അത്രേ എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് ഇവിടുത്തെ മൂലപ്രതിഷ്ഠ ആ മരമാണ്. പേരറിയ മരത്തിൽ അമ്മ കുടിയിരിക്കുന്നു എന്നാണ് ഐതിഹ്യം. പിന്നീട് കാലക്രമേണ കടത്തനാട് രാജാവിൻ്റെ കയ്യിൽ എത്തപ്പെട്ടു. പിന്നീട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലെത്തി. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. വൃശ്ചികം 16-ന് അമ്മ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഓർമ്മയായിട്ട് ഇവിടെ താമസിച്ച തലമുറകളാണ് ഉത്സവം നേതൃത്വം കൊടുത്തുന്നത്. ഉത്സവത്തിൻ്റെ പ്രാധാന്യം അസ്ത്രം എയ്ത് ആ മലയിൽ പോയി ആദ്യ ഓർമ്മയ്ക്കായി എന്നോണം വെടിവഴിപാട് കഴിച്ചിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വരിക. പിന്നെ മീനത്തിൽ ഉത്സവം 9 ദിവസം കൊടിയേറി ആറാട്ടൊക്കെ ആയിട്ട് നഗരപ്രദക്ഷിണമൊക്കെയായി 3 പ്രതിഷ്ഠകൾ ഒന്നിച്ച് ഉത്സവം നടത്തുന്നു. ഇപ്പോഴവിടെ ഈ മാസമാണ് ഉത്സവം നടക്കുന്നത് കേട്ടോ. ഇപ്പോഴാണ് അവിടെ കൊടിയേറിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുരുമുളകാണ് കാഴ്ചയായി കൊണ്ടുവരിക. ലോകനാർക്കാവിലമ്മയുടെ ഭക്തനായിരുന്നു തച്ചോളി ഓതേനൻ. ഏതൊരു കാര്യത്തിനായി പുറപ്പെടുമ്പോഴും ഈ ക്ഷേത്രത്തിൽ വന്ന് കുളിച്ചു തൊഴാണ്ട് ഒന്നും തുടങ്ങിയിരുന്നില്ലത്രേ. തൻ്റെ ഓരോ വിജയത്തിന് പിന്നിലും ഈ ലോകനാർക്കാവിലമ്മ ആണെന്ന് തച്ചോളി ഓതേനന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു, വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ അംഗം ജയിക്കുമ്പോഴും ഒരു വിഹിതം ഈ ലോകനാർക്കാവിലമ്മയ്ക്ക് നേർച്ചയായി നൽകിയിരുന്നു അത്രേ. ക്ഷേത്രത്തിൽ ഒരാനയെ നൽകിയിട്ടുണ്ട്. ആ ആനയെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ നവരാത്രി, ശിവരാത്രി, അഷ്ടമി രോഹിണി, മണ്ഡലവിളക്ക്, 30 ദിവസം അങ്ങനെ പോകുന്നു ഐതിഹ്യങ്ങൾ. കടത്തനാട്ടുകാരുടെ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയായി ഭഗവതി ലോകനാർക്കാവിലമ്മ കുടികൊള്ളുന്നു. പ്രഭാതത്തിൽ സരസ്വതിയായും മധ്യാഹ്നത്തിൽ ലക്ഷ്മിയായും സായാഹ്നത്തിൽ പാർവതീദേവിയായും പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് സങ്കല്പം. ഗ്രന്ഥപൂജയും വിദ്യാരംഭവും ലോകനാർക്കാവിൽ പ്രധാനമാണ്. കേരളത്തിൽ സരസ്വതീ സങ്കല്പമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ലോകനാർക്കാവ്. വിജയദശമി ദിവസം അനേകായിരം കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിക്കാൻ ഈ പുണ്യഭൂമിയിൽ എത്തപ്പെടുന്നു. നവരാത്രി വളരെ പ്രധാനപ്പെട്ട ആഘോഷമാണ്. വളരെ പ്രാചീനമായ കളിത്തട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കിഴക്കോട്ട് ദർശനമായുള്ള ദേവിയാണ് ലോകനാർക്കാവിലെ പ്രതിഷ്ഠ. 4 തൃക്കൈകളോടുകൂടി ആയുധവും കാഞ്ചി കലാപങ്ങളും കിരീടവുമായി 1.5 അടി പൊക്കത്തിലുള്ള പഞ്ചലോക വിഗ്രഹത്തിലാണ് ലോകനാർക്കാവിലമ്മയുടെ പ്രതിഷ്ഠ. വിഗ്രഹത്തിൻ്റെ പിൻഭാഗം ചുവന്ന പട്ടിനാൽ മറച്ചിരിക്കുന്നു.
ശരിയായ ദേവീ വിഗ്രഹം അതിനുള്ളിൽ ആണത്രേ. ദേവീ ചൈതന്യം ശ്രീമണിക്കോവിലിൽ കുടികൊള്ളുന്നു. ഈ താരാബിംബത്തിൽ നടത്തുന്ന ചാന്താഭിഷേകമാണ് ചാന്താട്ടം. അത്ഭുത ശക്തിയുള്ള ഔഷധക്കൂട്ടുകൾ ചേർത്ത് തയ്യാറാക്കുന്ന ചാന്തുപയോഗിച്ച് ചൈതന്യവർദ്ധനവിനും സംരക്ഷണം നടത്തുന്ന ധാരയാണ് ചാന്താഭിഷേകം. ഐതിഹ്യങ്ങളും ചരിത്രങ്ങളാലും കെട്ടുപിണഞ്ഞു കിടക്കുന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് ലോകനാർക്കാവ്. ഭഗവതി ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായാണ് ശിവക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവും കുടികൊള്ളുന്നത്. വൈഷ്ണവ ശാക്തേയ ശൈവ സങ്കല്പങ്ങളുടെ സമന്വയം സാക്ഷാത്കരിച്ച ക്ഷേത്രമാണ് ലോകനാർക്കാവ്. പരശുരാമ പ്രതിഷ്ഠയായ വിഷ്ണു ക്ഷേത്രമാണ് ലോകനാർക്കാവിനെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രം. അമ്മ ആദ്യം ഉപവിഷ്ടയായത് ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ആയിരുന്നു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രമതിലിനോട് ചേർന്ന് 4 പഴയ കൽത്തറകൾ കാണാം. ദേവിയെ അനുഗമിച്ച് ലോകനാർക്കാവിൽ താമസമുറപ്പിച്ച കാരണവർ എന്നു വിളിപ്പേരുള്ള ക്ഷേത്ര അവകാശികൾക്കുള്ളതാണ്. കാവിലമ്മയുടെ പരമഭക്തനായ തച്ചോളി ഉദയനന് ഉത്സവം കാണാൻ അവകാശപ്പെട്ട തറയും തെക്ക് പടിഞ്ഞാറെ മൂലയിൽ കരകെട്ടി മാപ്പിളയ്ക്ക് അവകാശപ്പെട്ട തറയും കാണാം. ഇതിലൂടെ പഴയകാലത്ത് നിലനിന്നിരുന്ന ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം വെളിപ്പെടുന്നതാണ്. വിഷ്ണു ക്ഷേത്രത്തിൻ്റെയും ഭഗവതി ക്ഷേത്രത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രം പ്രൗഢഗംഭീരമായി നിലകൊള്ളുന്നു. പൂജകൾ 3 ക്ഷേത്രത്തിലും വ്യത്യസ്തമാണ്. എന്നാൽ ഉത്സവം 3 മൂർത്തികളുടെയും ഒന്നിച്ച് കൊണ്ടാടി വരുന്നു. വടക്കൻ പാട്ടിലൂടെ ഒരുപാട് വെളിപ്പെടുന്നുണ്ട് ലോകനാർക്കാവിലമ്മയുടെയും തച്ചോളി ഉദയനൻ്റെയും തച്ചോളി ഉദയനൻ്റെ വിശ്വാസത്തെക്കുറിച്ചും. 32 വയസ്സിൽ 56 അംഗങ്ങൾ ജയിച്ച ആളാണ് തച്ചോളി ഉദയനൻ. ഇത് അമ്മയുടെ ശക്തിയാൽ ആണ് എന്നാണ് വിശ്വാസം. തച്ചോളി ഉദയനൻ മായൻകുട്ടി എന്നൊരാൾ കൊലപ്പെടുത്തിയ കഥയും ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ഉറങ്ങുന്നു. പറയുവാനാണെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു ക്ഷേത്രമാണ് ലോകനാർക്കാവ് ക്ഷേത്രം. ആൽമരങ്ങളാലും തണലുകളാലും അതിമനോഹരമായ ക്ഷേത്രമാണ് ഇത്. ലോകനാർക്കാവിലെ പ്രസിദ്ധമായ തീർത്ഥച്ചിറയാണിത്. വിഷ്ണു ക്ഷേത്രത്തിനടുത്ത് കുളിപ്പുരയോട് കൂടിയ ക്ഷേത്രക്കുളം ചെറിയ ചിറ എന്ന പേരിൽ അറിയപ്പെടുന്നു. തേങ്ങയേറ് ചടങ്ങിന് ഭക്തർ ചെറിയ കുളത്തിൽ തേങ്ങ മുറിക്കുന്നതിന് ശേഷമാണ് ഭഗവതിക്ക് മുന്നിൽ കർമ്മം ചെയ്യുന്നത്. വിഷ്ണു ക്ഷേത്രത്തിനോളം പഴക്കം തന്നെയുണ്ട് ഈ ക്ഷേത്രക്കുളത്തിനും. ചെങ്കല്ല് കൊണ്ടുള്ള അതിമനോഹരമായ നിർമ്മാണമാണ് ഈ ചിറയ്ക്കുള്ളത്. തച്ചോളി ഉദയനൻ, സർഗം എന്നിങ്ങനെ അനേകം സിനിമകളിൽ ഈ ക്ഷേത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. തച്ചോളി ഉദയനൻ്റെ കളരിപ്പയറ്റിനുള്ള കാര്യങ്ങളും ഭവനവുമൊക്കെ ഈ ലോകനാർക്കാവിൻ്റെ അടുത്ത് തന്നെ കാണാൻ സാധിക്കും. വടക്കൻ പാട്ടിൻ്റെ ധീരനായകനായ തച്ചോളി ഉദയനൻ്റെയും അദ്ദേഹത്തിൻ്റെ പരദേവതയായ ലോകനാർക്കാവിലമ്മയുടെയും സന്നിധിയിൽ എത്തപ്പെടാൻ സാധിച്ചത് തന്നെ അമ്മയുടെ അനുഗ്രഹമാണെന്ന് വിശ്വാസത്തോടെ നിർത്തുകയാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടാക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ഓക്കെ, ബൈ.